മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാർ, മനോഹരമായ ഒരു പ്രഭാതമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. മാതാവിനെ പ്രാർത്ഥനയുടെയും സഭാത്മക കൂട്ടായ്മയുടെയും മാതൃകയായിട്ട് സ്വീകരിക്കാനും സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പണ്ട് ഈ കൈരളി TV-യിൽ ഈ രണാങ്കണം, അശ്വമേധവും രണാങ്കണവും അങ്ങനെ ചില പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ക്വിസ് മത്സരമാണ്, റിവേഴ്സ് ക്വിസ് മത്സരമാണ്. ഉത്തരം ആദ്യം കണ്ടെത്തിയിട്ട് ചോദ്യങ്ങൾ വഴി അത് കണ്ടെത്തുന്ന GS പ്രദീപ് നടത്തുന്ന മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു. അതിലൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നു മത്സരാർത്ഥിയായിട്ട്. ഇപ്പോൾ സാധാരണ ഉത്തരങ്ങൾ കിട്ടാൻ പ്രയാസപ്പെടുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവരാം സപ്പോർട്ടിന്, ഇടയ്ക്ക് മാത്രം. അറിവുള്ള അധ്യാപകരെയോ അങ്ങനെയുള്ളവരെയൊക്കെയാണ് എല്ലാവരും കൊണ്ടുവരുന്നത്. ഇവൻ കൊണ്ടുവന്നത് അവൻ്റെ അമ്മയാണ്. അപ്പോൾ മത്സരത്തിനിടയിൽ GS പ്രദീപ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മയെ കൊണ്ടുവന്ന? അമ്മയ്ക്ക് അതുപോലെ അറിവുള്ള ഒരാളാണോ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ഏറ്റവും അറിവുള്ള ആയതുകൊണ്ടല്ല, മറിച്ച് ഈ ഹോട്ട് സീറ്റിലിരിക്കുമ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് ഒരു വലിയ കോൺഫിഡൻസാണ്. അപ്പം അതിങ്ങനെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്, നമ്മൾ ചങ്ങനാശ്ശേരിക്കാരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് പാറയമാതാവുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ഏത് ഹോട്ട് സീറ്റിലൂടെ നമ്മൾ കടന്നു പോയാലും മാതാവുണ്ടല്ലോ എന്നൊരു ധൈര്യം നമുക്കുണ്ട്. മത്സരത്തിനിടയിൽ ഇങ്ങനെ GS പ്രദീപ് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ആഴമുള്ള വാക്ക്, ഡീപ്പസ്റ്റ് വേർഡ് അമ്മയാണ്. ഏറ്റവും മധുരമുള്ള പലഹാരം അമ്മയാണ്. ഏറ്റവും കുളിർമയേകുന്ന തണൽ വൃക്ഷം അമ്മയാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഓർമ്മിപ്പിച്ച് നമുക്കിങ്ങനെ ഇന്നൊരു കുളിർമയൊക്കെ തുടങ്ങി. ഈ പ്രഭാതത്തിൽ മംഗളവാർത്തയുടെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് മാതാവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. മറിയം എന്ന ഒരു പെൺകുട്ടി, വിശുദ്ധ, നമുക്ക് പ്രിയപ്പെട്ട അന്തോനിസ് പുണ്യാളം പറയാനുണ്ട്, മറിയം എന്ന നാമം നമ്മുടെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന നാമമാണ്. അധരങ്ങൾക്ക് തേനിനെ പോലെ മധുരിക്കുന്ന നാമമാണ്. കാതുകൾക്ക് സംഗീതം പോലെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അമ്മ പ്രാർത്ഥനയുടെ മാതൃകയായത് എങ്ങനെയെന്നാണ് ആദ്യത്തെ ചോദ്യം. നിത്യകന്യകയായിട്ട് സമർപ്പിക്കപ്പെട്ട ആളാണെന്നാണ് സഭാ പാരമ്പര്യം പറയുന്നത്. കല്യാണം കഴിച്ചാലും കന്യകയായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച അങ്ങനെ ഒരു പ്രത്യേക സമർപ്പണം മാതാവിനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട അമ്മ ഒന്നാമത് നമുക്ക് പ്രാർത്ഥനയുടെ മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നത്, സഭാപിതാക്കന്മാർ അമ്മയെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപുത്രിയും എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കും എന്നാണ് മാലാഖ മറിയത്തോട് ഓർമ്മിപ്പിച്ചത്. എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് അമ്മയുടെ സാന്നിധ്യത്താലാണ്. പന്തക്കുസ്തായിൽ അമ്മയാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരൊരുമിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. രണ്ടാമത് അമ്മയുടെ പ്രാർത്ഥനയുടെ മൂല്യം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കും എന്ന ചിന്തയിലാണ്. ദൈവ ഐക്യത്തിന് വേണ്ടി ദൈവവുമായിട്ടൊന്നാകാൻ സാധിക്കുമെന്ന് അമ്മ അങ്ങനെ ദൈവവുമായിട്ട് സമരസപ്പെട്ടു. അതുകൊണ്ടാണ് അമ്മയുടെ മംഗളവാർത്ത, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന. കാരണം ദൈവം പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് മറിയത്തെ വിളിക്കുന്നത് അവൾ ചെറിയ ആളല്ല, ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടവളല്ല. വരായികകൾ ചിന്തിക്കാതെ റിസ്ക് എടുക്കാൻ തയ്യാറായത് ചോദിക്കുന്നത് ദൈവമായതുകൊണ്ടാണ്. അങ്ങനെ ദൈവവുമായിട്ട് സമരസപ്പെട്ട ആളാണ് പരിശുദ്ധ മറിയം.
മൂന്നാമത് ഈ മറിയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ സ്തോത്രഗീതം, മാതാവിൻ്റെ സ്തോത്രഗീതം നമുക്ക് പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ്. രക്ഷിക്കപ്പെട്ടവളായിട്ടാണ് അവൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ രക്ഷയുടെ ഭാഗമാകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവുമൊക്കെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയാണ് അവള് പ്രാർത്ഥനയിലായിരുന്നതും. നാലാമതായിട്ട് എളിമയോടെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ ദാസിയുടെ എളിമയെ കടാക്ഷിച്ചവനെ എന്നാണ് അവൾ ദൈവത്തെ വിളിക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ എളിമപ്പെട്ടുമാണ് പ്രാർത്ഥിച്ചത്. നമുക്കുമുണ്ടാകേണ്ട പ്രാർത്ഥനയുടെ ഗുണങ്ങളാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, ദൈവത്തിനോട് ഒന്നാകണമെന്ന ആഗ്രഹത്തോടെ ആ രക്ഷയുടെ അനുഭവം സ്വീകരിച്ചുകൊണ്ട് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് ഇന്ന് തന്ന ചിന്ത സഭാ കൂട്ടായ്മയെ പറ്റിയാണ്. സഭയുടെ കൂട്ടായ്മ പരിശുദ്ധ അമ്മ വഴി എന്നത് മനോഹരമായ സങ്കല്പമാണ്. മാതാവിനെ പറ്റി പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ മംഗളവാർത്ത സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ഈ കളമൊരുങ്ങുന്നത്. ഇങ്ങനെ ഗ്ലോറിയസ് റോയൽ എൻട്രിയാണ്. പിന്നെ റോയൽ എൻട്രി ഈ ശക്തയായി കഴിഞ്ഞ് ഈ റോയൽ എൻട്രി നടത്തുന്നതിന് മുമ്പ് അവളെ ദാസിയുടെ എളിമയെ തൃക്കൻ പാർത്തുന്ന മാത്രമല്ല, ശക്തന്മാരുടെ കസേര മറിച്ചിട്ടവനെ എന്നും ദൈവത്തെ വിളിക്കുന്നു. വലിയ വിപ്ലവം പറഞ്ഞുകൊണ്ടാണ് മറിയം ഇറങ്ങുന്നത്. ആ എൻട്രി ആദ്യം ഒരു പുരോഹിതൻ്റെ വീട്ടിലേക്കാണ്, സക്കറിയായുടെ വീട്ടിലേക്കാണ്. പുരോഹിതനായ സക്കറിയായെയും എലിസബത്തിനെയും കണ്ട് ആശ്വസിപ്പിക്കാനാണ് വരുന്നത്. രണ്ടുപേരും ഡിപ്രഷൻ മൂഡിലായിരുന്നു. സക്കറിയ മെൻ്റലി ഡിപ്രസ്ഡ് ആണ്, എലിസബത്ത് ഫിസിക്കലി, കാരണം അത്രയും പ്രായമായ സ്ത്രീയാണ്. ഇവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തുവാനുമാണ് മറിയം വരുന്നത്. അതുകൊണ്ട് മറിയത്തിൻ്റെ ആദ്യം ഈ പുരോഹിതൻ്റെ വീട്ടിൽ സുവിശേഷം അവസാനിക്കുമ്പോൾ ഈശോ തന്നെ പട്ടം കൊടുത്ത ഈശോയുടെ പ്രിയ ശിഷ്യൻ യോഹന്നാൻ എന്ന പുരോഹിതൻ്റെ വീട്ടിലാണ് മാതാവിനെ നമ്മൾ അവസാനമായിട്ട് കാണുന്നത്. മാതാവിനെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് പെന്തക്കോസ്തായ്ക്ക് വരുന്നതും യോഹന്നാനോടൊപ്പമാണ്. അങ്ങനെ ആ പൗരോഹിത്യ കൂട്ടായ്മയിൽ മറിയം ഒന്നു ചേർന്നുകൊണ്ടാണ് സഭാത്മക കൂട്ടായ്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. പുതിയ ആ സഭാത്മക കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയാണ് പെന്തക്കോസ്തായ്ക്ക് വേണ്ടി മറിയം ശിഷ്യന്മാരെ ഒരുക്കുന്നത്. അതുവരെ നിഴലായിരുന്നു മറിയം. ഈശോയുടെ മരണം വരെ കുരിശിൻ ചുവട്ടിൽ നിർഭാഗ്യയായ ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം മാതാവ് ഓർത്തു ഇനി തൻ്റെ ഊഴമാണ്. അങ്ങനെയാണ് ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടാൻ, അല്ലെ ആരുമില്ലാതെ അനാഥരായി പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടാൻ മറിയം കാണിച്ച ഒരു ധൈര്യമുണ്ട്. അതാണ് സഭയുടെ തുടക്കം. അതുകൊണ്ട് അവൾ സഭയുടെ അമ്മയായി മാറുകയും ചെയ്തു. സഭാപിതാക്കന്മാർ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ഉദരത്തിൽ പള്ളി പണിതവളെന്നാണ്. ഉദരത്തിൽ പള്ളി പണിതവളാണ് നമ്മളെയും പള്ളിയിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മളും പള്ളിയാകാനും അങ്ങനെ ആ സഭാ കൂട്ടായ്മയിലാണ് നമ്മൾ മാതാവിനോടൊപ്പം പങ്കുചേരുന്നത്. നാലാമതായി എല്ലാം പള്ളിക്ക് കൊടുത്തവളാണ് മറിയം. ഈശോ പറയുന്ന ഒരു മനോഹരമായൊരു സംഭവമുണ്ട്. ഇങ്ങനെ ദേവാലയത്തിൽ വിധവയായ ഒരു സ്ത്രീ കാണിക്ക അർപ്പിക്കാൻ വരുന്നു. ഈശോ എന്നിട്ട് ശ്രദ്ധിക്കുകയാണ്. അവൾ ഒരു ചെറിയ നാണയമാണ് നിക്ഷേപിച്ചത്. അത് അവളുടെ ഉപജീവനത്തിനുള്ള മാർഗമാണ്. അവൾക്കുണ്ടായിരുന്നതെല്ലാം അതിൽ നിക്ഷേപിച്ചു. സഭാപിതാക്കന്മാർ ഈ ബൈബിൾ ഭാഗം എടുത്തിട്ട് പറയുന്നു മറിയമാണത്. കാരണം മറിയവും വിധവയാണ്. അവൾ പള്ളിക്ക് സമർപ്പിക്കുന്നത് ഏകപുത്രനെയാണ്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ മറിയത്തെ ദേവാലയത്തിൻ്റെ ഭണ്ഡാര സൂക്ഷിപ്പുകാരി എന്ന് വിളിക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനം, അല്ലെ ഏകധനം, ഏകപുത്രനെ പള്ളിക്ക് കൊടുത്തവളാണ് മറിയം. അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാതൃകയായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടത് പള്ളിക്ക് കൊടുത്തുകൊണ്ട് അവൾ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാതൃകയാകുന്നു. അങ്ങനെ കൊടുത്ത അമ്മയാണ് കർത്താവ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തിരിച്ച് പള്ളിക്ക് കൊടുത്തത്.
തിരിച്ച് സഭയ്ക്ക് സമർപ്പിച്ചത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മറിയത്തിൻ്റെ ഈ മനോഹരമായ ജീവിതത്തെ, മാതാവിനെ പറ്റി നമുക്ക് ധ്യാനിക്കാൻ ആയിരക്കണക്കിന് വിഷയങ്ങളാണ്. എത്ര സമയം വേണേലും സംസാരിക്കാം, എത്ര നേരം വേണേലും ധ്യാനിക്കാം. അമ്മ ഇത് എങ്ങനെ ഈ തീവ്രതയിലേക്ക്, ഈ സാക്ഷ്യത്തിലേക്ക്, ഈ മഹത്തായ പ്രതീകത്തിലേക്ക് എത്തിയത് എന്ന് ചിന്തിക്കുക എന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയുടെ ജീവിതത്തിലെ നിർണായകമായ ആ സംഭവം മംഗളവാർത്ത തന്നെയാണ്. അഗസ്തീനോസ് ഒക്കെ പറയുന്നത് പോലെ ദ കോസ്മോസ് സ്റ്റുഡ് സ്റ്റിൽ. എല്ലാ പെൺകുട്ടികളുടെ അടുക്കൽ, ജെറുസലേമിലെ എല്ലാ പെൺകുട്ടികളുടെ അടുക്കൽ ഗബ്രിയേൽ ദേവദൂതൻ ചെന്നു. ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച കാര്യമുണ്ട്, ഇതിന് സമ്മതം പറയാവോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും അത് ഭയപ്പെട്ടു. അവസാനം ഈ പാവം പെൺകുട്ടിയുടെ അടുക്ക് ചെല്ലുന്നതായിട്ടാണ് സഭാപിതാക്കന്മാർ പറഞ്ഞത്. അങ്ങനെ മറിയത്തിൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കുന്ന ഗബ്രിയേൽ ദൈവദൂതൻ. അപ്പോൾ ഇവളോട് ഇനി സമ്മതം പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്ത് ഇങ്ങനെ പ്രപഞ്ചം നിശ്ചലമായി പോയെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. പ്രപഞ്ചം നിശ്ചലമായ സമയത്താണ് അമ്മ ദൈവം പറയുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് അതിശക്തമായ പ്രഖ്യാപനം നടത്തുന്നത് എന്നാണ്. അതുകൊണ്ട് അബ്രഹാം പിതാവ് വിളിക്കുന്നത് മറിയത്തിൻ്റെ മാമ്മോദീസായാണ് മംഗളവാർത്ത. അങ്ങനെയാണ് അവൾ സഭയുടെ ആദ്യത്തെ അംഗമാകുന്നത്. സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അംഗവും ആദ്യത്തെ അംഗവുമാകുന്നത് മംഗളവാർത്തയാണ്. മംഗളവാർത്ത മറിയത്തിൻ്റെ മാമ്മോദീസ എന്നാണ്. രണ്ടാമത് അബ്രഹാം പിതാവ് പറയുന്നത് മനോഹരമായൊരു സങ്കല്പമാണ്. ഇവളെങ്ങനെ ഗർഭം ധരിച്ചു? ഇവള് ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്നാണ് അബ്രഹാം പിതാവ് പറയുന്നത്. കാതിലൂടെ ഗർഭം ധരിച്ചവളാണ്. കാരണം വചനം കേട്ടിട്ട് ആ വചനത്തിന് മാംസം നൽകി. ചെവിയിലൂടെ വചനം കേട്ട് വചനത്തിന് മാംസം നൽകിയവൾ, അവളുടെ ഗർഭധാരണം കാതിലൂടെയുള്ളെന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ശ്രവണം വഴി നമ്മളും വചനം കേൾക്കുമ്പോൾ ഈ വചനം നമ്മളിലും മാംസം ധരിക്കണം. അതാണ് രക്ഷയുടെ കാരണമാകുന്നത്. അങ്ങനെയാണ് മറിയം രക്ഷയുടെ ഭാഗമാകുന്നത്. നമ്മൾ മാർപ്പാപ്പ തിരുത്തി പറഞ്ഞു എന്നത് ഒരു സംശയവും നമ്മൾ പുലർത്തേണ്ട കാര്യമില്ല. രക്ഷയുടെ ഏകരക്ഷകനായ കർത്താവ് ഈശോമിശിഹ എന്നത് നമ്മൾ ഒരിക്കലും പറയാതിരിക്കുകയില്ല, ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ രക്ഷയ്ക്ക് സഹകാരിണിയായ, രക്ഷയുടെ ഭാഗഭാക്കായ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ചുരുങ്ങിയ മനോഹരമായ വാക്കുകളിൽ നമ്മൾ പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ അന്തസത്ത ഈശോമിശിഹായാണ്. പുതിയ നിയമത്തിൻ്റെ ജിസ്റ്റ്, അതിൻ്റെ സംക്ഷേപം, അന്തസത്ത. പുതിയ നിയമത്തിൻ്റെ അന്തർധാര പരിശുദ്ധ മറിയമാണ്. ഈ അന്തസത്തയ്ക്ക് വേണ്ടി ഈ അടിയിലൂടെ ഒഴുകുന്ന ഉറവ പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് ഈശോ തൻ്റെ അമ്മയെ, പ്രിയപ്പെട്ട അമ്മയെ നമുക്ക് നൽകിയത് അവൾ കാലത്തിൻ്റെ അവസാനം വരെ നമ്മുടെ അമ്മയായിരിക്കും എന്ന ഓർമ്മയോടെ തന്നെയാണ്. അതുകൊണ്ട് സഭയെപ്പറ്റി നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, സഭാത്മക കൂട്ടായ്മയെപ്പറ്റിയും പ്രാർത്ഥനയെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കുണ്ടായ, നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു പ്രതീകത്തെ കൂടി ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാമെന്നാണ് കരുതുന്നത്. ഈ പ്രഭാതത്തിൽ മംഗളവാർത്തയുടെ ഈ ആദ്യ ഞായറാഴ്ച മറിയം സഭാപിതാക്കന്മാർ മാതാവിനെ ഈ പ്രകീർത്തിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, നമ്മൾ ഒരുപാട് ദിവസം എല്ലാ ദിവസവും ആവർത്തിക്കുന്ന, നമ്മളധികം ശ്രദ്ധിക്കാത്ത വാക്കാണ് മറിയം. വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. ഇതിനെപ്പറ്റിയുള്ള എല്ലാ വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വാഗ്ദാന പേടകത്തെപ്പറ്റി, വാഗ്ദാന പേടകം നമ്മൾ റാസക്കുർബാനയ്ക്ക് പാടും, കൂടാരത്തിൽ ചെന്നെത്തിയിടാം, അവനെ വണങ്ങിയിടാം. സഭയാണ് ഈ കൂടാരമായിട്ട് നമ്മൾ വിളിക്കുന്നത്.
വാഗ്ദാന പേടകം സഭയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇത് മറിയത്തിൻ്റെയും മനോഹരമായ ഒരു പ്രതീകമാണെന്ന് സഭാപിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു. വാഗ്ദാന പേടകത്തെപ്പറ്റി ബൈബിള് നിർവചിക്കുന്നത് ലോകത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഒരു പദാർത്ഥം, ഒരു വസ്തു, ഏറ്റവും മനോഹാരിതയുള്ളത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൽ ആവസിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം ആവസിച്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് മറിയം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായത്. അവർ ലേഡി എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ പെണ്ണെന്നോ ഒക്കെ മനോഹരമായ ഒരു വ്യാഖ്യാനത്തിലൂടെ ചന്ദ്രനെ പോലെ അഴകുള്ളവളും സൂര്യനെ പോലെ ശോഭയുള്ളവളുമായവൾ മാറിയത് ഈ വാഗ്ദാന പേടകമായി മാറിയപ്പോഴാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവളിൽ ആവസിച്ചപ്പോഴാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കും. വാഗ്ദാന പേടകത്തിൽ 3 വസ്തുക്കളാണ് അതിൽ സൂക്ഷിച്ചിരുന്നത്. ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യവും പരിപാലനയും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാഗ്രഹിച്ച് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിർണായക സംഭവങ്ങളിൽ ഇടപെട്ട 3 കാര്യങ്ങളാണ് അതിൽ സൂക്ഷിച്ചത്. എപ്പോഴും ദൈവം തങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വാഗ്ദാന പേടകവും കയ്യിൽ പിടിച്ചാണ് ഇവർ യുദ്ധത്തിനൊക്കെ പോകുന്നത്. സമാഗമ കൂടാരത്തിരുന്നാൾ ആചരിക്കുന്നത് ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. പല കൂടാരങ്ങൾ അടിച്ച് അതിലൊരു പ്രധാനപ്പെട്ട കൂടാരം സമാഗമ കൂടാരമാക്കി അതിനുള്ളിൽ വാഗ്ദാന പേടകമൊക്കെ സൂക്ഷിച്ച് ഈ വാഗ്ദാന പേടകം അവർക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. 3 കാര്യങ്ങളാണ്. 1, അഹറോൻ്റെ തളിർത്ത വടി. 2, വിശന്നപ്പോൾ ആകാശം വർഷിച്ച മന്ന. 3, 10 കൽപ്പനകൾ നൽകിയ കൽഫലകങ്ങൾ, 10 കൽപ്പനകൾ എഴുതിയ കൽഫലകങ്ങൾ. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടലാണ്. അഹറോൻ്റെ വടി, മന്ന, 10 കൽപ്പനകൾ. ഇത് 3ഉമാണ് ഇതിൽ സൂക്ഷിച്ച് ദൈവം തങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധിയിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ അവർ സൂക്ഷിച്ചത്. അപ്പോൾ മറിയത്തെ എന്തുകൊണ്ട് വാഗ്ദാന പേടകമെന്ന് വിളിക്കുന്നു? അഹറോൻ്റെ തളിർത്ത വടി, മണ്ണും വളവും ജലവും കൂടാതെ തളിർത്ത വടി എന്ന് സഭാപിതാക്കന്മാർ വിളിക്കുന്ന അഹറോൻ്റെ തളിർത്ത വടി. മറിയത്തിൽ അങ്ങനെ ഒരു ഫലമുണ്ടായി. മറിയത്തിൻ്റെ ഉദരം അങ്ങനെയാണ് തളിർത്തത്, പൂവിട്ടത്, ഫലം ചൂടിയത്. നിത്യപുരോഹിതന് ജന്മം നൽകാൻ മറിയം തൻ്റെ ഉദരമൊരുക്കിയപ്പോൾ. 2, മന്ന. പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. ഞാൻ നൽകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ നിത്യം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ പുതിയ മന്ന ഈശോ മിശിഹായാണ്. 3 കൽപ്പന. പഴയ കൽപ്പന പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു. സ്നേഹത്തിൻ്റെ കൽപ്പന. കൽപ്പന തന്നെ സ്നേഹമാക്കിയ ഈശോ തന്നെ പൂവിട്ട തളിർത്ത വടി, താനെ തളിർത്ത മറിയത്തിൻ്റെ ഉദരം, സ്വർഗീയ മന്നായ ഈശോ മിശിഹ, പുതിയ കൽപ്പനയായ സ്നേഹത്തിൻ്റെ കൽപ്പനയായ ഈശോ മിശിഹ. ഇത് 3ഉമാണ് മറിയത്തെ വാഗ്ദാന പേടകമാക്കുന്നത്. വാഗ്ദാന പേടകത്തിൻ്റെ ഈ ചരിത്രം പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണമായിട്ടും ആ ചരിത്രം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. മോശയാണ് ഇത് ഏൽപ്പിക്കുന്നത്. മോശ പിന്നീട് ജോഷുവായ്ക്ക് കൈമാറി. ഒരു 200 വർഷങ്ങളോളം ഇവരിത് സൂക്ഷിച്ചു. പിന്നീട് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇത് നഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഈ പേടകം വീണ്ടെടുക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രിയപ്പെട്ട രാജാവായ ദാവീദാണ്.
ദാവീദ് അതിനെ വീണ്ടെടുത്ത് ആഘോഷമായിട്ട് പുനഃപ്രതിഷ്ഠിക്കുന്നുണ്ട്. ഈ ആഘോഷമായ പുനഃപ്രതിഷ്ഠയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ദാവീദ് ഇങ്ങനെ ഇതിനെ കൊണ്ടുവരുമ്പോൾ ദാവീദ് തന്നെ ഇതിനോട് ആത്മകഥം ചെയ്യുന്നുണ്ട്. ഈ വാഗ്ദാന പേടകം, ഇത്രയും പാവനമായ ഈ വസ്തു എൻ്റെ അടുത്തേക്ക് വരാൻ എനിക്കെന്ത് യോഗ്യത? മറിയം എലിസബത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എലിസബത്ത് ചോദിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്കെന്ത് യോഗ്യത? ദാവീദിൻ്റെ ഈ വാഗ്ദാന പേടകം സൂക്ഷിച്ച സ്ഥലവും എലിസബത്തിൻ്റെ വീടും തമ്മിൽ വലിയ അകലമില്ലെന്നും, ദാവീദിൻ്റെ കസ്റ്റഡിയിൽ ഇത് ഏകദേശം ഒരു 6 മാസമായിരുന്നു ഉണ്ടായിരുന്ന, അങ്ങനെയും കുറേ കഥകൾ അതിനോടൊപ്പമുണ്ട്. എങ്കിലും വാഗ്ദാന പേടകം വീട്ടിലേക്ക് വരുമ്പോൾ, തൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആഘോഷമായ സ്വീകരണമാണ് ദാവീദ് ഒരുക്കുന്നത്. ദാവീദ് നൃത്തം ചവിട്ടുകയാണ്. ഭാര്യ പോലും അയാളെ വഴക്ക് പറയുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന ഒരാളിങ്ങനെ എല്ലാം മറന്ന് നൃത്തം ചവിട്ടുന്നത് മോശമല്ലേ? അപ്പോൾ ദാവീദ് പറയും, എൻ്റെ കർത്താവിനെ ഞാൻ എത്രമാത്രം പ്രഘോഷിച്ചാലാണ് മതിയാവുക? എലിസബത്തിൻ്റെ ഉദരത്തിൽ ഒരു ശിശു മറിയത്തെ കാണുമ്പോൾ, അല്ലെ മറിയത്തിൻ്റെ ഉദരത്തിലെ ശിശുവിനെ കാണുമ്പോൾ നൃത്തം ചവിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും ഈ വാഗ്ദാന പേടകവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറിയത്തിൻ്റെ ജീവിതം പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഭവനമായിട്ട് ഇവർ സൂക്ഷിച്ച ഈ വാഗ്ദാന പേടകം ദാവീദ് വരെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് വലിയ സൂചനകളില്ല. ഒരു പക്ഷേ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പ്രവാസത്തിന് യുദ്ധം വരുന്നു, പ്രവാസം വരുന്നു എന്ന് കാണുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇവർ സൂക്ഷിച്ചു വെച്ചതാകും. വിപ്രവാസത്തിന് ശേഷം തിരികെ വരുമ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ച ആൾ മരിച്ചു പോവുകയോ മറന്നു പോവുകയോ എങ്ങനെയോ മിസ്സായിട്ടുണ്ട്. ദാവീദിൻ്റെ കാലത്തിന് ശേഷം പിന്നീട് ഈ വാഗ്ദാന പേടകത്തെപ്പറ്റി ബൈബിളിൽ സൂചനയില്ല. ഇത് കാണാതെ പോയി, നഷ്ടപ്പെടുക തന്നെ ചെയ്തു എന്നതാണ് അതിൻ്റെ ബാക്കി പത്രം. ഈശോ എന്തുകൊണ്ട് വാഗ്ദാന പേടകത്തെ പറ്റി പരാമർശിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈശോയുടെ കാലത്ത് ഏതായാലും ഇതില്ല. യോനാ പ്രവാചകനെ പറ്റി പോലും ഉദ്ധരിച്ച ഈശോ വാഗ്ദാന പേടകത്തെ പറ്റി ഒന്നും പറയുന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഈശോയുടെ കാലശേഷം തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയം ഇതുവരെ പുനരുദ്ധരിക്കാൻ സാധിക്കാത്തതുപോലെ യഹൂദർക്ക് ഈ വാഗ്ദാന പേടകവും ഇതുവരെ തിരികെ കിട്ടിയില്ല. അടുത്ത കാലത്ത് എത്യോപ്യയിലോ മറ്റോ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഫീച്ചർ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും തിരികെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട, നമ്മളൊരു പള്ളിയിലെ സക്രാരി എന്ന അർത്ഥത്തിൽ കണ്ടാൽ പോരാ വാഗ്ദാന പേടകം. കാരണം അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പാറേപ്പള്ളിയിലെ സക്രാരി നഷ്ടപ്പെട്ടു പോയാലും കത്തീഡ്രൽ പള്ളിയിലുണ്ട് സക്രാരി. ഇവർക്കാകെ ഉണ്ടായിരുന്ന ഇതാണ്. ഇവർക്കാകെ ഉണ്ടായിരുന്ന പള്ളി ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. ഇവർക്കാകെ ഉണ്ടായിരുന്ന വാഗ്ദാന പേടകം മിസ്സായിപ്പോയി, കാണാതെ പോയി. അത് വലിയ വേദനയാണ് അന്നും ഇന്നും യഹൂദർക്ക്. അപ്പോൾ അതെവിടെ പോയി എന്നുള്ളതാണ്. ബൈബിള് വായിക്കുമ്പോൾ ഈ വാഗ്ദാന പേടകം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഭൂമിയിൽ വെച്ച് കാണാതെ പോയ വാഗ്ദാന പേടകത്തെ കണ്ടു എന്ന് പറയുന്നത് മനോഹരമായ ഒരു കാര്യമാണ്. വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നു, പത്മോസ് ദ്വീപിൽ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഈ വൃദ്ധന് വെളിപാടുണ്ടാകുന്നു, ദർശനമുണ്ടാകുന്നു. ഇങ്ങനെ നാടകീയമായിട്ടാണ് വെളിപാട് പുസ്തകം 11-ാം അധ്യായം ഇത് അവതരിപ്പിക്കുന്നത്. വലിയ യുദ്ധവും ഭൂകമ്പവും മഹാമാരിയും ഇങ്ങനെ ഒക്കെ ഉണ്ടാകുന്ന അതിനുശേഷം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്, ഇതാ വാഗ്ദാന പേടകം കാണപ്പെട്ടു. ഇത് നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കോൾമയിര് കൊള്ളും. വാഗ്ദാന പേടകം, ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം കാണപ്പെട്ടു.
സ്വർഗത്തിൽ. 15-ാം അധ്യായത്തെ അവസാനത്തെ വാക്കാണ്. സ്വർഗത്തിൽ ഈ വാഗ്ദാന പേടകം കാണപ്പെട്ടു. അതിനുശേഷമുള്ള അടുത്ത വാക്യം നമുക്ക് ഏറെ പ്രിയപ്പെട്ട വാക്യമാണ്. അധ്യായങ്ങളും വാക്യങ്ങളും പിന്നീടാണ് വരുന്നത്, നമുക്കറിയാം. 15-ാം അധ്യായം അവസാന വാക്യത്തിൽ സ്വർഗത്തിൽ വാഗ്ദാന പേടകം കാണപ്പെട്ടു എന്ന് പറയുന്നതിന് ശേഷം വരുന്ന 12-ാം അധ്യായത്തെ 1-ാമത്തെ വാക്യം നമുക്ക് ഹൃദയസ്ഥമാണ്. ഇതാ സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ, 12 നക്ഷത്ര മുടിയുള്ളൊരമ്മ, പാദങ്ങളിൽ ചന്ദ്രൻ, സൂര്യനെ വസ്ത്രമായിട്ട് ധരിച്ചവൾ. വാഗ്ദാന പേടകത്തെപ്പറ്റി പറഞ്ഞ ഉടനെ വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്ന സൂര്യനെ വസ്ത്രമായി ധരിച്ചവൾ ഉറപ്പായിട്ടും മറിയത്തിൻ്റെ പ്രതിരൂപമാണ്. മറിയത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഭൂമിയിൽ നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം സ്വർഗത്തിലുണ്ടെന്നും ആ വാഗ്ദാന പേടകത്തോടാണ് നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. വാഗ്ദാനത്തിൻ്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഈ ദിനം മറിയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈശോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രകീർത്തനങ്ങളിലൊന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞതാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മാറും എത്രയോ ഭാഗ്യമുള്ളത്. ഈശോ അതിന് മറുപടി പറഞ്ഞത്, ദൈവവചനം കേട്ടത് പാലിക്കുന്നവരും വലിയ ഭാഗ്യവാന്മാരാണെന്നാണ്. ഈ പറഞ്ഞ ആളും മറിയത്തെ തന്നെയാണ് പ്രകീർത്തിച്ചത്. മകനെ കണ്ടിട്ട് ഈ മകന് ജന്മം നൽകിയ അമ്മ സൂപ്പറായിരിക്കുമെന്ന് ഈശോയും പറയുന്നത് അതുതന്നെയാണ്. ആ അമ്മ സൂപ്പറായത് ദൈവവചനം കേട്ടത് നിവൃത്തമാക്കിക്കൊണ്ടുകൊണ്ടാണ്. നമുക്ക് ധ്യാനിക്കേണ്ടതും നമുക്ക് ചോദിക്കേണ്ടതും അങ്ങനെ സുഹൃതം ചെയ്യുന്ന അമ്മമാർ നമുക്കുണ്ടാവട്ടെ. മക്കളെ കണ്ടിട്ട് ലോകം മാതാപിതാക്കളെ പ്രകീർത്തിക്കട്ടെ. മാതാപിതാക്കൾക്ക് അഭിമാനമാകുന്ന മക്കളുണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഈശോയെ പോലെയുള്ള കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഏകരക്ഷകനായ കർത്താവ് ഈശോ മിശിഹ ആ ഈശോയെ പ്രഘോഷിക്കാൻ, ലോകം പ്രഘോഷിക്കുന്നവർ പ്രഘോഷിക്കാൻ നമുക്കൊരു മടിയും വിചാരിക്കേണ്ടതില്ല. ഈ ചിന്തകൾ സമാപിപ്പിക്കുമ്പോൾ മാതാവിനെ പറ്റി സഭാ പാരമ്പര്യത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്, എനിക്ക് ശേഷം കുർബാന അർപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രിയപ്പെട്ട ജേക്കബ് കൂരോത്തച്ഛനാണ്. അച്ഛനെ കുറച്ചുകൂടി അത് കൃത്യമായിട്ട് പറയാം. മാതാവിനെ പറ്റിയുള്ള ആദ്യ ചിത്രങ്ങൾ, ഐക്കണുകൾ, അച്ഛൻ ഐക്കൺ മനോഹരമായിട്ട് ചെയ്യുന്ന ആളാണ്. ഐക്കണുകൾ വിശുദ്ധ ലൂക്കാ വരച്ചതാണ് എന്നാണ് പാരമ്പര്യം പറയുന്നത്. ലൂക്കാ സുവിശേഷകൻ തോമാസ് ലീഗ അതിലൊന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും പറയുന്നു. അത് 3 ഐക്കണുകളായിരുന്നു. എല്ലാത്തിലും ഈശോ ഉണ്ട്. ഈശോ ഇല്ലാതെ മാതാവിനെ സഭ അവതരിപ്പിക്കുകയില്ല. ഒന്ന് വഴികാട്ടിയായ മാതാവാണ്. ഇങ്ങനെ ഉണ്ണീശോയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന മാതാവിൻ്റെ ഒരു ചിത്രമാണ്. ഈശോയിലേക്കെത്താൻ നമ്മളെ വഴികാട്ടുന്നവളാണ് മറിയം. കടലിൽ വഴി കാണാതുഴലും നൗക സമാനം നരവംശം അഭയം തേടുന്ന തുറമുഖമാണ് മറിയം. ഈശോയിലേക്കെത്താനുള്ള വഴി മാതാവാണ്. വഴി തെറ്റുമ്പോൾ, അതുകൊണ്ടാണ് അവളെ ഇങ്ങനെ സ്റ്റെല്ല മാരിസ്, കടൽ നക്ഷത്രം, തുറമുഖം എന്നൊക്കെ വിളിക്കുന്നത്. വഴികാട്ടിയാണ് മറിയം. നമുക്കിങ്ങനെയും പാറമാതാവിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പം നമുക്ക് ഈ ധൈര്യം തോന്നുന്നത് കൊണ്ടാണ്. അല്ല, ഇവിടെ വന്നൊന്ന് പറഞ്ഞിട്ട് പോയാൽ എല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുന്നത് മാതാവ് വഴികാട്ടിയായതുകൊണ്ടാണ്. രണ്ടാമത്തെ ഐക്കണ്ണ് ലൂക്ക വരച്ചത്
വാത്സല്യമുള്ള അമ്മയായിട്ടാണ്. ഉണ്ണീശോയെ ഇങ്ങനെ പരിപാലിക്കുന്ന, പരിചരിക്കുന്ന, ഉണ്ണിയെ സ്നേഹത്തോടെ നോക്കുന്ന അമ്മയുടെ ചിത്രീകരണമാണ്. ആ അമ്മ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളെയും സ്നേഹത്തോടെ, നിത്യസഹായ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ നമ്മളതാണ് ചെല്ലുന്നത്, നമ്മളെ സ്നേഹത്തോടെ നോക്കുന്ന, നമ്മളെ കടാക്ഷിക്കുന്ന അമ്മ. ഈ ചോസൻ എന്ന് പറയുന്ന ബൈബിൾ സീരീസ് ഉണ്ട്, മനോഹരമാണ്. സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അത് കാണണം. അതിലൊരെണ്ണത്തിൽ ഇങ്ങനെ ഈശോയുടെ പരസ്യ ജീവിത സമയത്ത്, മാതാവ് പരസ്യ ജീവിതത്തിൽ മാറി നിന്നൊന്നുമില്ല. ഓരോ വേള മാത്രം ഇങ്ങനെ ഊഴം കാണാൻ കാത്തിരുന്നെന്ന് പറഞ്ഞാൽ മാതാവ് ഈശോയുടെ ജീവിതത്തെ എപ്പോഴും അനുഗമിച്ച ആളാണ്. അതുകൊണ്ട് ഈശോ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. ഈ സീരീസിൽ ഇങ്ങനെ കാണാം, ഈശോ ഒരു ദിവസത്തെ ഈ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്തിയും സാധുക്കൾക്ക് അഭയമേകിയും കരുണ കാണിച്ചും എല്ലാവരോടും സംസാരിച്ചും എല്ലാവരെയും ആശ്വസിപ്പിച്ചും ഒക്കെ ഇങ്ങനെ വൈകുന്നേരത്തോളം രാവിലെ തുടങ്ങിയതാണ്. ഒരുപാട് പേരെ കാണുന്ന ഇങ്ങനെ ശിഷ്യന്മാർ പതുക്കെ മടുത്തു, ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് മടങ്ങി. അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. ഈശോ ഇങ്ങനെ അങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് അവശനായി വസ്ത്രമൊക്കെ മുഷിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മാതാവ് വന്ന്, അമ്മ വന്നാണ് സ്വീകരിക്കുന്നത്. അമ്മ ഇങ്ങനെ കാലൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്നും തടവിക്കൊടുത്ത് ഒന്ന് പരിപാലിക്കുന്ന മനോഹരമായ ഒരു സീനുണ്ട്. അപ്പോൾ ഈശോ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നത് ഒത്തിരി നന്നായി. നമ്മളും സഭാമക്കൾ എപ്പോഴും നടത്തുന്ന ആത്മകഥമാണ്. അമ്മയുള്ളത് ഒത്തിരി നന്നായി. നമുക്ക് ഒരുപാട് വാത്സല്യവും ഒരുപാട് ആശ്വാസവും ഒരുപാട് സാന്ത്വനവും ഒരുപാട് ഇങ്ങനെ നീലമേലങ്കിക്കുള്ളിലുള്ള സംരക്ഷണമൊക്കെ നൽകുന്ന അമ്മയാണ്. മൂന്നാമത്തെ ഐക്കൺ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. ഒരിക്കലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുടക്കാത്ത ഒരമ്മ നമുക്കുണ്ട് എന്നതും നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു. മറിയത്തിൻ്റെ ആ പ്രാർത്ഥനയിലാണ് നമ്മൾ അഭയം തേടുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓർത്താൽ മതി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത്രയും പിതാവായ ദൈവത്തിൻ്റെ പ്രകീർത്തനമാണ്. ഗബ്രിയേൽ ദൈവദൂതനോട് പറഞ്ഞു വിട്ടതാണ്, എൻ്റെ കൊച്ചിനെ ഇങ്ങനെ വിളിക്കണം, കൃപ നിറഞ്ഞവളെ സ്വസ്തി, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കണമെന്ന്. പിതാവിൻ്റെ പ്രകീർത്തനമാണ് നന്മ നിറഞ്ഞ മറിയമ്മയുടെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗം, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്നാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഏലീശോ പുണ്യവതി നടത്തിയ കീർത്തനമാണ്. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പുത്രകീർത്തനമാണ് നമ്മൾ മാതാവിനെ പറ്റി ചൊല്ലുന്നത്. അതുകൊണ്ട് മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് മറിയം. വലയന്ത്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്, മറിയമ്മേ, ഈ മെഴുകുതിരിയൊക്കെ നിൻ പ്രതിരൂപങ്ങൾ, കത്തിയെരിയുന്ന മെഴുകുതിരിയൊക്കെ മറിയത്തിൻ പ്രതിരൂപങ്ങൾ. അമ്മ തന്നെ നമുക്ക് വേണ്ടിയുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. ഈശോയുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ മാസ്റ്റർ പീസാണ് മറിയം. അമ്മയുടെ പ്രാർത്ഥന നമുക്ക് തുണയാകട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.